ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംഘം, ചേർ और കുലശേഖർ വംശ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ BA, BSc, BCom, BBA കുട്ടികൾക്കും ഈ ടോപ്പിക്ക് സെയിം ആണ് കേട്ടോ. ഒരേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സംഘം, ചേർ और കുലശേഖർ വംശ്. അതായത് പണ്ട് കാലത്ത് കേരളം ഭരിച്ചു കൊണ്ടിരുന്ന ഡൈനാസ്റ്റി, അതായത് രാജവംശത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സംഘം എന്ന് പറയുന്നത് ഒരു പീരീഡാണ്, ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുള്ള രാജവംശങ്ങളെ കുറിച്ചിട്ടുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാനില്ല ടെക്സ്റ്റിൽ. അപ്പോൾ തുടങ്ങാം. സംഘം ചേർ. പ്രാചീൻ കേരൾ के योद्धा राजा സംഘം ചേർ കേരൾ के सबसे शुरुआती ख्यात शासक थे. അതായത് അറിയപ്പെടുന്ന ആദ്യകാല ഭരണാധികാരികളായിരുന്നു സംഘം ചേര എന്ന് പറയുന്ന രാജവംശം. പ്രാചീൻ കേരളം എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ കേരളയിലത്തെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യോദ്ധ രാജ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു ഈ സംഘം ചേർ എന്ന് പറയുന്നത്. ഇവർ നമ്മുടെ ആദ്യകാലത്തെ ശുരുവാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി പീരീഡിലുള്ള ആദ്യകാലത്തെ ഭരണാധികാരികളായിരുന്നു. അപ്പം ये ईसा पूर्व तीसरी शताब्दी से ईसा की तीसरी शताब्दी तक शासन करते थे. അതായത് ഇവർ 3rd സെഞ്ചുറി ഓഫ് BC ടു 3rd സെഞ്ചുറി ഓഫ് AD വരെയാണ് ഇവർ ഭരണം നടത്തിയിരുന്നുള്ളത്. അവരുടെ ഭരണ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. 3rd സെഞ്ചുറി ഓഫ് BC ടു 3rd സെഞ്ചുറി ഓഫ് AD. उनका उल्लेख संगम साहित्य में मिलता है जो തമിഴ് में लिखी गई कविताओं का एक विशाल संग्रह है. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സംഘം സാഹിത്യം എന്ന് പറയുന്ന കൃതിയിലാണ്. നമുക്ക് സംഘം ലിറ്ററേച്ചർ ആണ് സംഘം സാഹിത്യം എന്ന് പറഞ്ഞാൽ. അതിലാണ് നമുക്കിതിന് ഈ സംഘം ചേർ എന്ന രാജവംശത്തിനെയും അവരുടെ ഭരണകാലഘട്ടത്തിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അത് തമിഴിൽ എഴുതിയിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണ്. ഇത്രേ അതിൽ പറയുന്നുള്ളൂ. പിന്നെ ये योद्धा राजा थे और अक्सर पड़ोसी ചോളം और പാണ്ഡ്യവും से लड़ते थे. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ചോളന്മാര് പാണ്ഡ്യന്മാര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു രാജവംശങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവാം. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘം ചേർ എന്ന് പറയുന്ന രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാര് യോദ്ധാക്കളായിരുന്നു, വാരിയേഴ്സ് ആയിരുന്നു അവരുടെ കിങ്സ്. അപ്പം അതുപോലെ തന്നെ അവർ എപ്പോഴും അക്സർ പഡോസി ചോളം അവർ പാണ്ഡ്യവും, അതായത് നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള രാജവംശങ്ങളായിട്ടുള്ള ചോളന്മാരായിട്ടും പാണ്ഡ്യന്മാരായിട്ടും എപ്പോഴും യുദ്ധങ്ങൾ ലഡ്തേഹി എന്ന് പറഞ്ഞാൽ അവർ യുദ്ധങ്ങൾ നടത്താറുണ്ടായിരുന്നു. इनका व्यापार विशेष रूप से रोमन साम्राज्य के साथ बहुत महत्वपूर्ण था. അപ്പോൾ ഇവരുടെ വ്യാപാരം ട്രേഡും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആരായിട്ടായിരുന്നു? റോമൻ എംപയർ ആയിട്ടായിരുന്നു, റോമൻ സാമ്രാജ്യമായിട്ടായിരുന്നു ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ അത് മഹത്വപൂർണ്ണമായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ജിസ്മേ മസാലെ ഹാത്തി ദാന്ത് और മോത്തി കാ ലേൻ ദേൻ ഹോത്താ ഥാ. അപ്പോൾ ഇതിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എന്ത് കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നത്? അതായത് മസാല എന്ന് പറയുന്നത് സ്പൈസസ്, ഹാത്തി ദാന്ത് ആനക്കൊമ്പ്, മോത്തി മുത്തുകൾ, അതായത് പേള്, ഇതിൻ്റെയൊക്കെയാണ് ഇവർ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്പൈസസിൻ്റെയും ഹാത്തിദാന്ത് അതായത് ആനക്കൊമ്പ്, മോത്തി മുത്തുകൾ, ഇതിൻ്റെ ആയിരുന്നു ഇവർ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇൻകി രാജസ്ഥാൻ വനജി യാ കരൂർ മാനി ജാത്തി ഹെ. ഇവരുടെ രാജധാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ, അതായത് തലസ്ഥാനം എന്ന് പറയുന്നത് വനജി അല്ലെങ്കിൽ കരൂർ ആണെന്നാണ് വിശ്വസിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ധാർമ്മിക് സഹിഷ്ണുത കെ ലിയെ ജാനാ ജാത്താ ഥാ. അതായത് ധാർമ്മിക് സഹിഷ്ണുത എന്ന് പറഞ്ഞ റിലീജിയസ് ടോളറൻസ് ആണ്. അപ്പോൾ ചേർ രാജവംശത്തിൽപ്പെട്ട ആൾക്കാർ ധാർമ്മിക് സഹിഷ്ണുതയ്ക്ക്, റിലീജിയസ് ടോളറൻസിന് പേര് കേട്ട ആൾക്കാരായിരുന്നു. അവർ ഈ വിഭിന്ന ധർമ്മവും കാ സമ്മാൻ കർത്തേതേ. അതുപോലെ തന്നെ ഇവർ എല്ലാ റിലീജിയനെയും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. സമ്മാൻ കർണ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുക, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻസ് ആണ്. ഇവരെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചേർ രാജവംശത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഒന്നുകൂടെ നിങ്ങൾക്കിത് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് കുലശേഖർ. നെക്സ്റ്റ് രാജവംശമാണ് കുലശേഖർ. കേരൾ में एक मजबूत സാമ്രാജ്യം. കേരളത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു കുലശേഖർ എന്ന് പറയുന്നത്. കുലശേഖർ രാജവംശനെ लगभग 9वीं से 12वीं शताब्दी ईस्वी तक केरल पर शासन किया. അതായത് കുലശേഖർ രാജവംശ് 9th AD 9th to
12th സെഞ്ചുറി വരെയാണ് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയാണ് ഇവരുടെ ഭരണകാലഘട്ടം. ഇനി ചേർ പെരുമാൻ കെ നാം സെ ഭി ജാനാ ജാതാ ഹെ. ഇവര് ചേർ പെരുമാൻ എന്ന രൂപത്തിലും അതായത് എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ രാജവംശത്തിന്റെ മറ്റൊരു പേരാണ് പറഞ്ഞത് ചേർ പെരുമാൻ എന്ന് പറയുന്നത്. कुलशेखर राजवंश ने केरल में एक मजबूत और संगठित साम्राज्य स्थापित किया. അതായത് കുലശേഖർ രാജവംശ് കേരളത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളതും സംഘടിതമായിട്ടുള്ള ഒരു രാജവംശം സ്ഥാപിച്ചു. ഉൻകി രാജധാനി മഹോദയപുരം ആധുനിക് കൊടുങ്ങല്ലൂർ ധി. അതായത് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, തലസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ്. അത് ഇന്ന് ആധുനിക്, അതായത് ഇന്ന് അത് കൊടുങ്ങല്ലൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് അതിന്റെ പേര് മഹോദയപുരം എന്നായിരുന്നു, ഇന്നത് കൊടുങ്ങല്ലൂര്. ये കല സാഹിത്യ और संस्कृति के संरक्षक थे. അതായത് ഇവര് ആർട്ടിന്റെയും ലിറ്ററേച്ചറിന്റെയും കൾച്ചറിന്റെയും ഒക്കെ സംരക്ഷകരായിരുന്നു. സിമ്പിൾ സെന്റൻസുകളാണ്. ഇവർ കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ സംരക്ഷകന്മാരായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. इस काल में कई महत्वपूर्ण संस्कृत और मलयालम സാഹിത്യ കൃതിയോം കാ രചന हुई. അതായത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മഹത്വപൂർണ്ണമായിട്ടുള്ള സംസ്കൃത ഭാഷയിലും, സാൻസ്ക്രിറ്റ് നമുക്കറിയാലോ, സംസ്കൃത ഭാഷയിലും മലയാളത്തിലുള്ള സാഹിത്യ കൃതികൾ എഴുതപ്പെട്ടു. कुलशेखर काल में केरल में मंदिरों का विकास हुआ और कई बड़े और सुंदर मंदिरों का निर्माण किया गया. അതായത് കുലശേഖർ കാലില്, അതായത് കുലശേഖർ രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ കേരളത്തിലെ മന്ദിരവും, അതായത് അമ്പലങ്ങളുടെ വികാസം ഉണ്ടായി. അതുപോലെ ഒരുപാട് ബഡേ ഔർ സുന്ദർ, ഒരുപാട് വലിയ അതുപോലെ തന്നെ ഭംഗിയുള്ള അമ്പലങ്ങളുടെ നിർമ്മാണവും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇൻകാ ശാസൻ കാൽ സാമാജിക് ഔർ ആർथिक വികാസ് കാ സമയ ഥ. സാമാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാമൂഹ്യപരമായിട്ടുള്ള, ആർथिक എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ആയിട്ടുള്ള. അതായത് ഇവരുടെ ഭരണകാലം, ശാസൻ കാലം എന്ന് പറഞ്ഞ ഭരണകാലം നമ്മുടെ സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികം, ഇക്കണോമിക് ആയിട്ടുള്ള വികാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി ആദ്യം പറഞ്ഞ സംഗം ചേർ രാജവംശത്തിനെ കൂട്ടി കമ്പയർ ചെയ്ത് പറയാണ്. संगम चेर केरल के पहले महत्वपूर्ण शासक थे जिन्होंने व्यापार और युद्ध में अपनी पहचान बनाई, जबकि कुलशेखर राजवंश ने केरल में एक शक्तिशाली और सुसंस्कृत साम्राज्य स्थापित किया जिसने कला और धर्म को बढ़ावा दिया. അതായത് സംഗം ചേർ കേരളത്തിലെ പെഹലെ മഹത്വപൂർണ്ണ ശാസക്, അവർ കേരളത്തിലെ ആദ്യത്തെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. അവര് വ്യാപാർ ഔർ യുദ്ധമേം അപ്പനെ പെഹച്ചാൻ ബനായി. ഇവർ ഏതിലാ? വ്യാപാരം, കച്ചവടങ്ങളിലും യുദ്ധത്തിലുമാണ് അവരവരുടെ കൈമുദ്ര പതിപ്പിച്ചത്. അതേസമയം കുലശേഖർ രാജവംശ് കേരളത്തിലെ ഒരു ശക്തിശാലി, അതായത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതും സുസംസ്കൃത് കൾച്ചേർഡ് ആയിട്ടുള്ളതുമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. അതുപോലെ അവര് കലയ്ക്കും ധർമ്മ, അതായത് റിലീജിയനും, ആർട്ടിനും റിലീജിയനെയും പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കുലശേഖർ അതുപോലെ തന്നെ സംഗം ചേർ രാജവംശങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.